ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ലെറ്റ് ഇറ്റ് ഗോ എന്ന പോയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ലെറ്റ് ഇറ്റ് ഗോ ഈസ് എ സോങ് ഫ്രം ദ മൂവി ഫ്രോസൺ, എ ഹാർമോണിയസ് ഫ്യൂഷൻ ഓഫ് വേർഡ്സ്, മ്യൂസിക് ആൻഡ് ആനിമേഷൻ. ലെറ്റ് ഇറ്റ് ഗോ എന്ന സോങ് ഫ്രോസൺ എന്ന മൂവിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ മൂവി വേർഡ്സിൻ്റെയും മ്യൂസിക്കിൻ്റെയും ആനിമേഷൻ്റെയും ഒരു സമന്വയിപ്പിച്ച രൂപമാണ്. എൽസ, the central character in Frozen, is too shy and timid even to appear before others. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും ധൈര്യമില്ലായിരുന്ന ഒരു പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു എൽസ. അവളാണ് ഈ സോങ്ങിലെ സെൻട്രൽ ക്യാരക്ടർ, ഫ്രോസൺ എന്ന മൂവിയിലെ സെൻട്രൽ ക്യാരക്ടർ. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ലൈഫ് ഷീ ഡിസൈഡ് ടു ഫ്രീ ഹെർസെൽഫ് ഓഫ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ലിവ് അക്കോർഡിംഗ് ടു ഹെർ ഡീപ്പസ്റ്റ് വിഷസ്. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ അവൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്നെല്ലാം അവളെ സ്വതന്ത്രയാക്കിക്കൊണ്ട് അവളുടെ ഡീപ്പായ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അവളുടെ സ്വന്തമായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ഷീ സിങ്സ് ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ ടു എക്സ്പ്രസ് ദിസ് ഡിസിഷൻ ആസ് ഷീ ബിൽഡ്സ് എ നൈസ് പാലസ് ഫോർ ഹെർസെൽഫ്. അവളെ ഈ ആഗ്രഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ തീരുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സോങ് പാടുന്നത്. അവൾ അവൾക്ക് വേണ്ടി ഒരു ഐസ് പാലസ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ ഇത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ലോപ്പസ്, റോബർട്ട് ലോപ്പസ്, ഇദീന കിം മെൻസൽ. ഈ 3 പേരാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. The snow glows white on the mountain tonight, not a footprint to be seen, a kingdom of isolation, and it looks like I'm the queen. The wind is howling like this swirling storm inside, couldn't keep it in, heaven knows I tried. എൽസ അവൾക്ക് വേണ്ടിയൊരു ഐസിൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് പാടുകയാണ്. ദ സ്നോ ഗ്ലോസ് വൈറ്റ് ഓൺ ദ മൗണ്ടൻ ടു നൈറ്റ്. മലമുകളിൽ നല്ല വെള്ള നിറത്തിലുള്ള മഞ്ഞ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്, തിളങ്ങി നിൽക്കുന്നുണ്ട്. നോട്ട് എ ഫുട് പ്രിൻറ്റ് ടു ബി സീൻ, ഒരു കാൽപ്പാട് പോലും കാണാനില്ല. എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ, അതൊരു ഏകാന്തതയുടെ രാജ്യമാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ദ ക്വീൻ, അവൾക്ക് തോന്നുകയാണ് അവൾ തന്നെയാണ് അവിടുത്തെ റാണിയെന്ന്. അവിടെ ഏകാന്തതയുടെ രാജ്യമായതുകൊണ്ട് അവിടെ മറ്റാരുമില്ലല്ലോ, അതുകൊണ്ട് അവൾ തന്നെയാണ് അവിടുത്തെ റാണി. മറ്റാരുടെയും ഫുട് പ്രിൻറ്റ്സ് ഒന്നും കാണാനില്ല. ദ വിൻഡ് ഈസ് ഹൗളിങ് ലൈക്ക് ദിസ് swirling സ്റ്റോം ഇൻസൈഡ്. പുറത്ത് നല്ല ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഇവളുടെ ഉള്ളിലും നല്ലൊരു കൊടുങ്കാറ്റുണ്ട്. ഇൻസൈഡ് കുഡിൻ കീപ്പ് ഇറ്റ് ഇൻ, അത് അവൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അവൾക്ക് അവിടെ നിർത്താൻ പറ്റുന്നില്ല, അവൾക്ക് അവളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. ഹെവൻ നോസ് ഐ ട്രൈഡ്, ദൈവത്തിനറിയാം. ഹെവൻ എന്ന് ഉദ്ദേശിച്ചത് ഗോഡാണ്. ഗോഡ് നോസ് ഐ ട്രൈഡ്, ഞാനത് ഉള്ളിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ആ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പ്രീ കോറസ് നോക്കാം. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ. അവരെ ഒരിക്കലും ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കരുത്, അവരെ ഒരിക്കലും കാണാൻ അനുവദിക്കരുത്. ഇവിടെ അവരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ള ആളുകളായിരിക്കാം. ഇവളെ തളർത്തി കളയാൻ ഉദ്ദേശിക്കുന്ന മറ്റാളുകളായിരിക്കാം. അവരെ ഒരിക്കലും ഉള്ളിലേക്ക് കടക്കാനോ നിങ്ങളെ കാണാനോ അവരെ അനുവദിക്കരുത്. ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാവ് ടു ബി. നീ നല്ല കുട്ടിയായിരിക്കുക, നല്ല പെൺകുട്ടിയായിരിക്കുക, എന്നും നീ അങ്ങനെ തന്നെ ആയിരുന്നു. കൺസീൽ ഡോണ്ട് ഫീൽ, എല്ലാം മറച്ചു വെക്കുക, അടക്കി വെക്കുക. ഡോണ്ട് ഫീൽ, ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, എന്ത് തന്നെ വന്നാലും നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഡോണ്ട് ലെറ്റ് ദം നോ, മറ്റുള്ളവരൊരിക്കലും നമ്മുടെ ഫീലിങ്സ് അറിയാനും പാടില്ല. വെൽ നൗ ദേ നോ, ഇപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും അടക്കി വെക്കില്ല എന്ന് അവർക്കിപ്പോൾ മനസ്സിലായി കാണും. നെക്സ്റ്റ് കോറസ് നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോട്ടെ, അത് പോട്ടെ, അതിൻ്റെ പാട്ടിന് വിട്ടേക്ക്. ക്യാൻ ഹോൾഡ് ഇറ്റ് ബാക്ക് എനി മോർ, ആ ചിന്തകളൊന്നും ഇനി തിരിച്ചു കൊണ്ടുവരണ്ട. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, അതിനെ പോകാൻ അനുവദിക്കുക. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ, തിരിഞ്ഞു നിന്നിട്ട് ആ ഡോർ അങ്ങ് പൊട്ടിയടിച്ചേക്കുക. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ, അവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ, കൊടുങ്കാറ്റ് വീശിക്കൊണ്ടേയിരിക്കട്ടെ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനി വേ, അതിൻ്റെ തണുപ്പ് ഒരിക്കലും എന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. ഈ കൊടുങ്കാറ്റെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാണ്, നമ്മളെ തളർത്താൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകളാണ് കൊടുങ്കാറ്റെന്ന്, സ്റ്റോം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല, ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. ഇറ്റ്സ് ഫണ്ണി ഹൗ സം ഡിസ്റ്റൻസ് മേക്സ് എവറിതിങ് സീം സ്മോൾ. ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്തുനിന്ന് നോക്കിയാൽ വലുതായി തോന്നുന്ന പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നോക്കിയാൽ ചെറുതായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് മനസ്സിലാവും അത്ര കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ കാര്യമാണെന്ന്.
ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾഡ് മീ ക്യാൻ ഗെറ്റ് ടു മീ അറ്റ് ഓൾ. പിന്നെ ഒരിക്കൽ എന്നെ നിയന്ത്രിച്ചിരുന്ന ഒരുപാട് ഭയങ്ങളുണ്ട്, ഒരുപാട് പേടികളുണ്ടായിരുന്നു. അതിനൊന്നും ഇനി ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് ടൈം ടു സീ വാട്ട് ഐ ക്യാൻ ഡു. ഇനി എനിക്കെന്താ ചെയ്യാൻ കഴിയുക എന്ന് കാണാനുള്ള സമയമാണ്. ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ. എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നോ റൈറ്റ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ. തെറ്റുമില്ല, ശരിയുമില്ല, എനിക്ക് വേണ്ടി നിയമങ്ങളുമില്ല. ഐ ആം ഫ്രീ. ഞാൻ സ്വതന്ത്രയാണ്. ഇപ്പോൾ ഞാനാണ് ഇവിടുത്തെ റാണി, ക്വീൻ. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതെല്ലാം പോട്ടെ. ഐ ആം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ. ഞാൻ ഒരേ ഒരാളാണ്. കാറ്റും ആകാശവുമാണ് എനിക്ക് കൂട്ടുള്ളത്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതെല്ലാം പോട്ടെ. യു വിൽ നെവർ സീ മീ ക്രൈ. നിങ്ങൾക്കിനി ഒരിക്കലും ഞാൻ കരയുന്നതായിട്ട് കാണാൻ കഴിയില്ല. ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഹിയർ ഐ സ്റ്റേ. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഞാനിവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. പുറത്ത് കൊടുങ്കാറ്റ് വീശിക്കോട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമെന്നാണ് ഇതിൻ്റെ മീനിങ്. മൈ പവർ ഫ്ലറീസ് ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്. എൻ്റെ ശക്തി എയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നു. മൈ സോൾ ഈസ് സ്പൈറലിംഗ് ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ് ഓൾ എറൗണ്ട്. എൻ്റെ ആത്മാവ് തണുത്തുറഞ്ഞ ഐസ് കട്ടകളിൽ ചുറ്റിത്തിരിക്കുന്നു. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ്. പക്ഷേ ഒരു ചിന്ത എന്നെ ഒരു മഞ്ഞിൻ്റെ സ്ഫോടനം പോലെ എന്തോ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്, ഇവിടെ ക്രിസ്റ്റൽ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഐ ആം നെവർ ഗോയിങ് ബാക്ക്. ഒരിക്കലും ഞാൻ തിരിച്ചു പോയില്ല. ദ പാസ്റ്റ് ഈസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലം അഥവാ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ. ഒരിക്കലും ആ പഴയ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും, എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കും. ഇതാണ് ഈ പോയമിൻ്റെ മീനിങ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതെല്ലാം പോട്ടെ, അതിനെൻ്റെ വഴിക്ക് വിട്ടേക്കുക. നമുക്ക് ലാസ്റ്റ് പാർട്ട് നോക്കാം. ആൻഡ് ഐ വിൽ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ. പ്രഭാതം പൊട്ടിവിടുന്നത് പോലെ ഞാനും ഉദിച്ചുയരും. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതിനെല്ലാം പോകാൻ അനുവദിക്കുക. ദാറ്റ് പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ. ആ എല്ലാം തികഞ്ഞ പെൺകുട്ടിയൊക്കെ പോയി. ആ എല്ലാം തികഞ്ഞ പെൺകുട്ടി എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ജീവിച്ചിരുന്ന, അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്ന ആ പഴയ പെൺകുട്ടി, എൽസയുടെ പഴയ കാലം. അവളെന്നോ പോയി കഴിഞ്ഞു. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഡേ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ദിവസത്തിൻ്റെ നല്ല വെളിച്ചത്തിലാണ്. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. കൊടുങ്കാറ്റ് വീശിക്കോട്ടെ. ദ കോൾഡ് നെവർ ബോദർ മീ എനിവേ. ആ കാറ്റ് ഒരിക്കലും എന്നെ ബാധിക്കില്ല. ഇവിടെ സ്റ്റോം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാണ്. നമ്മളെ തളർത്താൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മളാരും ഒരിക്കലും ഡെസ്പാവാൻ പാടില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ധൈര്യത്തോടെ നമുക്ക് വേണ്ടി ജീവിക്കുക. അതാണ് ഈ പോയമിൻ്റെ സന്ദേശം, മെസ്സേജ്. വളരെ നല്ലൊരു മെസ്സേജ് തരുന്ന ഹൈലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു പോയമാണ് ലെറ്റ് ഇറ്റ് ഗോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.